വാട്സപ്പിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് വാട്സപ്പ് ടീമിനെ നേരിട്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് പ്രശ്നം പരിഹരിക്കാം. അതായത് നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും വാട്സപ്പിൽ പ്രശ്നം വന്നാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വാട്സപ്പിൽ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും, പെട്ടെന്ന് അക്കൗണ്ട് കട്ടായി പോവുകയോ എന്തെങ്കിലും അങ്ങനെ മെസ്സേജ് വരികയോ അങ്ങനെ എന്ത് മെസ്സേജ് വന്നാലും നമുക്ക് അത് വാട്സപ്പ് ടീമിന് നേരിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് ടീം അതിൽ ബന്ധപ്പെടുകയും നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരികയും ചെയ്യും. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. വാട്സപ്പിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, വാട്സപ്പിൻ്റെ കാര്യമില്ല, എന്തെങ്കിലും ഒരു ബഗ് കാരണം നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതും നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്താണ് ഒരു എറർ മെസ്സേജ് കാണിക്കുമല്ലോ, എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് വാട്സപ്പ് ടീമിനെ നേരിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ പ്രശ്നം എന്തൊക്കെയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് വാട്സപ്പിൽ എന്ത് പ്രശ്നം വന്നാലും വാട്സപ്പ് ടീമിനെ നേരിട്ട് അറിയിക്കാൻ സാധിക്കും. അവർ ബന്ധപ്പെട്ട് നമ്മളെ പ്രശ്നം സോൾവ് ആക്കി തരികയും ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ഓപ്ഷൻ വാട്സപ്പിൽ എവിടെയാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയങ്ങൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് വാട്സപ്പ് ടീമിനെ എന്തെങ്കിലും ബഗ്ഗോ അല്ലെങ്കിൽ വാട്സപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളാദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് വാട്സപ്പ് ടീമിനെ സെൻഡ് ചെയ്താണ് അറിയിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് വാട്സപ്പിൽ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ, ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു. ഒന്നാമത്തത് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ മെസ്സേജ് പറഞ്ഞുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ അവർ കാണിക്കുന്നതിൻ്റെ ഏതൊരു മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ താഴെ കൊടുക്കാം. ഇനി രണ്ടാമത് പറഞ്ഞത് അതുപോലെയാണ്. സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ഏതൊരു മെസ്സേജിനെ വാട്സപ്പിൽ ടീമിനെ നേരിട്ട് അറിയിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇവിടെയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ വാട്സപ്പിൽ പ്രോബ്ലം എന്നുള്ളത് എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കലാണ് ബെറ്റർ. ഏത് ഭാഷയിൽ എഴുതി കൊടുത്താലും നിങ്ങൾക്ക് വാട്സപ്പിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് വായിച്ചെടുക്കുന്നതാണ്. എന്നാലും ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുന്നതാണ് ബെറ്റർ. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നില്ല, ഇതിന് ഒരു പരിഹാരം കാണണം എന്ന് ഞാൻ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഷയിലും കൊടുക്കാം. പിന്നെ ഇംഗ്ലീഷിൽ കൊടുത്താൽ നിങ്ങളെ പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച് ലഭിക്കുമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്താണ് ആ എറർ മെസ്സേജ് കാണിക്കുന്നത്, എന്തെങ്കിലും എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് ആ എറർ മെസ്സേജിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ അയച്ചു കൊടുക്കാവുന്നതാണ്. അയച്ചു കൊടുത്തതിന് ശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്താണോ പ്രശ്നമുള്ളത് അത് വാട്സപ്പ് ടീമിനെ നേരിട്ട് ഇടപെട്ട് ആ പ്രശ്നം തീർത്തു തരികയും ചെയ്യും. അങ്ങനെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ വാട്സപ്പിൻ്റെ സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഈ വാട്സപ്പിൻ്റെ മനോഹരമായ ഹെൽപ്ഫുള്ളായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ മെസ്സേജ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മനസ്സിലാക്കാൻ വേണ്ടി വ്യക്തമായി സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചു തരികയും ചെയ്യും. പിന്നെ ഏത് ഭാഷയിൽ വേണോ കൊടുക്കാം. പിന്നെ ഇംഗ്ലീഷിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇംഗ്ലീഷിലാണെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും.
ഇപ്പോൾ ഞാൻ സെൻഡ് കൊടുക്കുന്നില്ല. സെൻഡ് കൊടുത്താൽ നമ്മുടെ പ്രശ്നം ഡയറക്റ്റ് വാട്സപ്പ് ടീമിന് സെൻഡ് ആവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ സെൻഡ് കൊടുക്കുന്നില്ല, ഡിസ്കാർഡ് കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും വാട്സപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബഗ് കാരണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് എന്താണ് അവർ കാണിക്കുന്നതെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് വാട്സപ്പ് ടീമിനെ നേരത്തെ അയച്ചു കൊടുത്തിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ MK ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനൽ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതില്ലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് അറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്കാണ്, അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. പിന്നെ അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ആൻഡ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.